ഇപ്പോൾ നമ്മളോടൊപ്പം ലെവിൻ കെ വിജയൻ കൂടിയുണ്ട്. പ്രസാദ് സൂചിപ്പിച്ച പോലെ തന്നെ ലെവിൻ ഇന്നിപ്പോൾ രാവിലെ തന്നെ പുഷ്പയുമായി സംസാരിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ പ്രതി കൊലപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിരുന്ന ഒരാൾ, ആ പട്ടികയിൽ ഉൾപ്പെട്ട ഒരാളായിരുന്നു പുഷ്പയോട് ലെവിൻ സംസാരിക്കുകയും ചെയ്തിരുന്നു. ആ സംസാരം നമ്മൾ കേട്ടതാണ്. വലിയ ആശങ്കയിലാണ് ഇപ്പോഴും ആ സ്ത്രീയും ആ നാട്ടുകാരും ഉള്ളത്. എങ്ങാനും ഇയാൾ തിരിച്ചു വരികയാണെങ്കിൽ, എന്തെങ്കിലും നിയമത്തിൻ്റെ ആനുകൂല്യത്തിൽ തിരിച്ചെത്തുകയാണെങ്കിൽ വീണ്ടും തങ്ങളെ ഉപദ്രവിക്കുമെന്നും കൊലപ്പെടുത്തുമെന്നുമുള്ള ഒരു ആശങ്ക അവർക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ പേടി ഇപ്പോഴും മാറിയിട്ടില്ല. ലെവിൻ, ഒരുപക്ഷെ പ്രതിയെ പിടികൂടിയിട്ടുണ്ടെങ്കിലും ഈ ആശങ്ക ഒഴിവാക്കാൻ, അത് നേരത്തെ സമാനമായ രീതിയിൽ ഒരു കൊലപാതകം നടത്തിയതിനു ശേഷം ജയിലിലായി ജാമ്യം ലഭിക്കുന്നു, ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ വീണ്ടും കൊലപാതകം നടത്തുന്നു, ആ കൊലപാതകത്തിന് ശേഷം പിടിക്കപ്പെടുമ്പോൾ വീണ്ടും കൊലപാതകം നടത്തും എന്ന് തന്നെ ഒരു കൂസലില്ലാതെ പറയുകയാണ് പ്രതി. അപ്പോൾ ഈ പ്രതിയെ ഇപ്പോഴും ഈ നാട്ടുകാർ പേടിക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. പരമാവധി ശിക്ഷ എന്നുള്ള ആവശ്യമാണ് എല്ലാവരും ഒന്നടങ്കം ഉന്നയിക്കുന്നത്. തീർച്ചയായും ഗൗതം, അത്തരത്തിൽ തന്നെയാണ്. പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമാണ്, ആവശ്യം മാത്രമാണ് ഈ നാട്ടുകാരാണെങ്കിലും പ്രതിയുടെ തന്നെ ബന്ധുക്കളടക്കമുള്ള ആളുകളാണെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ട് സംസാരിച്ചവരടക്കം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഈ ചെന്താമരാക്ഷൻ്റെ സഹോദരൻ രാധാകൃഷ്ണൻ്റെ വീടാണ്. ഇവിടേക്ക് എത്തുമ്പോഴാണ് പ്രതിയെ പോലീസ് ഇന്നലെ പിടികൂടുന്നത്. ഇപ്പോൾ ഈ നിൽക്കുന്ന വീടിന് സമീപത്ത് ഈ കാണുന്ന ദൃശ്യങ്ങൾ തൊട്ടടുത്ത വീടിൻ്റെ പറമ്പാണ്. ഈ പറമ്പിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ഇവിടെ മഫ്തി ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരും അല്ലാതെ ഇരുന്നവരുമായിട്ടുള്ള പോലീസുകാർ ഈ പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് SP-യുടെ അടക്കമുള്ള ഔദ്യോഗിക വിശദീകരണങ്ങളും ഇതേത് വിധത്തിലാണ് പ്രതിയെ പിടികൂടിയതെന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും ഇന്നലെ DYSP N മുരളീധരൻ നമ്മളോട് പറഞ്ഞത്, ഈ വീട്ടിലേക്ക്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ ആ സമയത്ത് റോഡിൻ്റെ പരിസരത്ത്, ഈ പറമ്പിൻ്റെ പരിസരത്ത് തൊട്ട് പിന്നിൽ കാണുന്നത് പാടശേഖരമാണ്. ഈ പാടശേഖരം കടന്നാൽ ഈ നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരമാണ്. ഇവിടെയാണ് ഇന്നലെ പോത്തുണ്ടിയിലടക്കം ഈ തെരച്ചിൽ നടന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന വശത്തിന് എതിർവശത്താണ്. അത്തരത്തിൽ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നലെ രാത്രി അവിടെ നിന്നും വ്യാപകമായി തെരച്ചിൽ നടക്കുമ്പോൾ പതുങ്ങിയിരുന്ന പ്രതി ഈ തെരച്ചിൽ അവസാനിച്ച് ഏകദേശം ഒരു 8:45 DYSP-യുടെ നേതൃത്വത്തിലുള്ള വലിയ തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. നാട്ടുകാർ കൂടി ഇടപെട്ട് നടത്തിയ തെരച്ചിലിൽ പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു അത്യാഹിതം സംഭവിക്കാൻ അല്ലെങ്കിൽ അപകടം സംഭവിക്കാൻ സാഹചര്യമുണ്ടെന്ന് കൂടി മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി 8:45 ആളുകൾ തെരച്ചിൽ അവസാനിപ്പിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഈ തെരച്ചിൽ അവസാനിച്ചു എന്നത് മനസ്സിലാക്കിയതിന് ശേഷം ഈ പ്രദേശങ്ങളിലൂടെ തന്നെ ആളുകളുടെ ബഹളവും മറ്റും കഴിഞ്ഞതിന് ശേഷം ഈ പ്രദേശങ്ങളിലൂടെ തന്നെ ഇറങ്ങി, ആ മലയുടെ ഭാഗങ്ങൾ ഇറങ്ങി ഈ പാടം കടന്ന് ഈ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് പ്രതിയെ പോലീസ് പിടികൂടിയത് എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ഈ കൊലപാതകം നടന്ന സമയം മുതൽ ഈ വീടിന് ചുറ്റും മറ്റും പോലീസ് മഫ്തിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഈ സമയത്തടക്കം ഇവർ പലതരത്തിൽ പോലീസ് വലവിരിച്ച് പ്രതിക്കായി കാത്തിരുന്നു. ഏതായാലും ഈ പ്രതിയുടെ ഇതായിട്ടുള്ള പുഷ്പയുടെ അമ്മ, അതായത് പ്രതി കൊലപ്പെടുത്താൻ പ്ലാൻ ചെയ്തിരുന്ന മറ്റൊരു വ്യക്തിയായ പുഷ്പയുടെ അമ്മ വസന്തമ്മ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇവരടക്കമുള്ള ആളുകൾ പറയുന്നത് ഈ കുടുംബാംഗങ്ങൾ, അല്ലെങ്കിൽ രാധാകൃഷ്ണൻ അടക്കം, അതായത് ചെന്താമരാക്ഷൻ്റെ സഹോദരനടക്കമുള്ള കുടുംബാംഗങ്ങൾ ഈ പ്രതിയെ സഹായിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ കുടുംബവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവരെല്ലാവരും ഇക്കാര്യത്തിൽ നിസ്സഹായരാണ്. അവർക്ക് ഈ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രതിയെ തങ്ങൾ ഒരു തരത്തിലും സഹായിച്ചിട്ടില്ല, പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല, പ്രതിയെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതെ തിരികെ മടങ്ങണമെന്ന് ആവശ്യപ്പെട്ട് ഉപദേശിച്ചപ്പോഴൊക്കെ തങ്ങളെ കൂടി ഭീഷണിപ്പെടുത്തുന്ന, തങ്ങളെ കൂടി വെല്ലുവിളിക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചത് എന്നുള്ളതാണ് രാധാകൃഷ്ണൻ്റെ ഭാര്യയടക്കമുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്രതികരണം എടുത്തിട്ടുണ്ട്. സമയത്തിനകം തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകും. ഏതായാലും വസന്തമ്മ, പുഷ്പയുടെ അമ്മ, അതായത് കൊലപാതകിയുടെ ഭീഷണി നിലനിൽക്കുന്ന മറ്റൊരു സ്ത്രീയായ പുഷ്പയുടെ അമ്മ വസന്തമ്മ നമ്മളോട് പ്രതികരിക്കുകയാണ്. ഈ കുടുംബാംഗങ്ങൾക്ക് ഈ പ്രതിയെ സഹായിച്ചു എന്നുള്ള തരത്തിൽ എന്തെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടോ നിങ്ങൾക്ക്? കഴിഞ്ഞ തവണ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്നാൽ കഴിക്കാൻ വേണ്ടി ഇവിടെ വന്ന സമയത്തല്ല പിടികൂടിയത്. അപ്പോൾ കഴിക്കാൻ സമയം കിട്ടിയില്ല. ഇല്ലെങ്കിൽ ഇവിടെ കഴിച്ചിട്ടുണ്ടാവും. അവർ പേടിച്ച് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ആ രജിനെ കൊന്ന സമയത്ത് കൊടുത്തിട്ടുണ്ട് ആഹാരം. അവരേ പറഞ്ഞതല്ലേ. ഇപ്പം ഈ തവണ അവർ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. അപ്പോഴേക്ക് പിടികൂടി. ഇയാള് ഇവിടെ തന്നെ വരുമെന്നുള്ള കാര്യം ഉറപ്പ്. ഞാൻ ഇന്നലെയും പോലീസുകാരൻ്റെ അടുത്ത് അതാ പറഞ്ഞ, എവിടെയും പോകത്തില്ല സാറെന്ന് വൈകുന്നേരത്തിൻ്റെ ഇടയിൽ
ഭക്ഷണം കഴിക്കാൻ വരും. 3 ദിവസമായി പട്ടിണി, പറപ്പട്ടിണി. ഇന്ന് അവരുടെ ഭവനത്തേക്ക് വരും, കഴിക്കാൻ വരും. അത് ഉറപ്പാണ് സാറേ. പിടി കിട്ടുകയും ചെയ്യും നിങ്ങളുടെ കയ്യിൽ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ രാജുവിൻ്റെ അവിടേക്ക് എൻ്റെ മോൻ്റെ വീട്ടിൽ പോയത്. 2019 സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇതേ വീടിൻ്റെ പരിസരത്ത് വെച്ച് തന്നെയാണ് പോലീസ് പ്രതിയെ പിടികൂടുന്നത് അല്ലേ? നായും വന്ന് ഇവിടെ തന്നെ എൻ്റെ കുളം ആ കുളത്തിൽ പോയിട്ടൊക്കെ അന്വേഷിച്ചു. ഇവിടെയും വന്ന് നായി കിടന്നു. പിന്നെ ആളെ എവിടെയും ഇല്ല പറഞ്ഞിട്ട് അതുവരെ എൻ്റെ മകനെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. എൻ്റെ മകനെയാണ് പിടിച്ചു വെച്ചത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം ഇതിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാലും പേടിച്ചിട്ട് കഞ്ഞിയല്ലേ കൊടുക്കുക, പെറ്റമ്മയല്ലേ, എങ്ങനെയാലും കൊടുക്കാതിരിക്കില്ല. അത് കൊടുക്കും. ഇന്നലെ കൊടുക്കാനുള്ള ഇടയായിട്ടില്ല. പോലീസ് പിടി കിട്ടി. ഇത്തരത്തിൽ തന്നെയാണ് പ്രതികരണങ്ങൾ, ആളുകളുടേതായിട്ടുള്ള പ്രതികരണങ്ങൾ. അതായത് രാധാകൃഷ്ണൻ്റെ വീട്ടിലാണ്, ചെന്താമരയുടെ സഹോദരൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ വീടും ആ പരിസരവും ആ ആളുകളെയും നമ്മൾ കാണിക്കുന്നില്ല. പക്ഷേ ഈ പ്രദേശങ്ങൾ നമുക്ക് കാട്ടിത്തരാനാകും. ഈ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഈ രാധാകൃഷ്ണൻ്റെ വീടിനുള്ള ചുറ്റുപാടുള്ള പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങൾ അതായത് ചുറ്റുപാടും 4 പാടും വയലുകളാണ്. ചെറിയ വയലുകൾ കടന്നാൽ ഈ മലനിരകൾക്ക് താഴ്വാരമാണ്. അതായത് നെല്ലിയാമ്പതി വനമേഖലയുടെ താഴ്വാരമാണ്. ആ പ്രദേശങ്ങൾ കടന്ന് മറ്റൊരു വഴിയിലൂടെ ഇപ്പോൾ ഞാൻ വിരൽ ചൂണ്ടുന്ന ആ പ്രദേശങ്ങളിലൂടെ പോകാൻ നേരത്താണ് കൊലപാതകം നടന്ന വീടും പ്രതിയുടേതായിട്ടുള്ള വീടുമൊക്കെയുള്ളത്. ആ പ്രദേശങ്ങളിലൂടെ തന്നെയാണ് പ്രതി സഞ്ചരിച്ച് ഇവിടെ എത്തിയത് എന്നുള്ളതാണ് പോലീസ് നായ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ മനസ്സിലാക്കാനായത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്ന വഴി ഇന്നലെ പ്രതിയെ കാത്തിരുന്ന പോലീസ് കൃത്യമായി വല വിരിച്ച വലയിൽ വന്നു ചാടുകയായിരുന്നു എന്നുള്ള വിശദീകരണമാണുള്ളത്. കൂടുതൽ കാര്യങ്ങൾ SP അജിത് കുമാർ തന്നെ ഇന്ന് വ്യക്തമാക്കും. ഗൗതം. തീർച്ചയായിട്ടും ലെവിൻ, എന്തായാലും നമ്മൾ അത്തരം പ്രതികരണങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ബന്ധുക്കളുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ വരേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രതി DYSPയുടെ കസ്റ്റഡിയിലാണ് ഉള്ളത്. അവിടെ പ്രാഥമികഘട്ട മൊഴിയെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് ആലത്തൂർ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരിയും ലെവിൻ K. വിജയൻ.